BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഭാഗ്യശാലി നെട്ടൂരല്ല, 25 കോടി അടിച്ചത് തുറവൂർ സ്വദേശിക്ക്. തിരുവോണം ബമ്പർ അടിച്ച മഹാഭാഗ്യശാലി കൊച്ചിയിലല്ല, ആലപ്പുഴ തുറവൂർ സ്വദേശി ശരത് എസ് നായർക്കാണ് 25 കോടി അടിച്ചത്. തുറവൂർ തൈക്കാട്ടുശ്ശേരി SBIയിൽ ടിക്കറ്റ് ഹാജരാക്കി. പെയിന്റ് കടയിലെ ജീവനക്കാരനായ നെട്ടൂരിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. നെട്ടൂരിലെ ലോട്ടറി ഏജന്റ് ലതീഷിൽ നിന്നാണ് ഒന്നാം സമ്മാനം അടിച്ച് ടിക്കറ്റ് എടുത്തത്. തിരുവനന്തപുരം ആറ്റിങ്ങൽ ഭഗവതി ഏജൻസീസിന്റെ വൈറ്റ്ല ശാഖയിൽ നിന്നാണ് ലോട്ടറി ഏജന്റായ ലതീഷ് ടിക്കറ്റ് വാങ്ങിയത്. 25 കോടിയുടെ മഹാഭാഗ്യം TH 577825 എന്ന നമ്പറിലൂടെയാണ് ശരത്തിനെ തേടിയെത്തിയത്. സുബ്രതോ കപ്പ് ചാമ്പ്യൻസ് മഴവിൽ ക്യാമ്പിൽ. അണ്ടർ-17 സുബ്രതോ കപ്പ് ചാമ്പ്യന്മാരായ കേരള ടീം ഗോകുലം മഴവിൽ ക്യാമ്പിലെ കുട്ടികളെ കാണാനെത്തി. ടൂർണമെന്റിന് ഫാറൂഖ് സ്കൂളിനെ പ്രതിനിധീകരിച്ചാണ് ടീം പങ്കെടുത്തത്. ടീമിന് ആവശ്യമായ പരിശീലനവും സ്പോൺസർഷിപ്പും നൽകിയിരുന്നത് ഗോകുലം കേരള FC ആയിരുന്നു. ഇന്ന് നടന്ന പരിപാടിയിൽ ഗോകുലം കേരള FCയും യൂണിറ്റി FCയും സംയുക്തമായി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി സംഘടിപ്പിച്ചു വന്നിരുന്ന മഴവിൽ ക്യാമ്പിൽ അതിഥികളായി എത്തിയ ചാമ്പ്യന്മാർക്ക് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഹൃദ്യമായ സ്വീകരണം നൽകി. കുട്ടികൾക്ക് മധുരം നൽകി താരങ്ങൾ ടൂർണമെന്റ് വിജയം ആഘോഷിച്ചു. ക്യാമ്പിലെ കുട്ടികളുമായി സംസാരിച്ചു. കളിയും പാട്ടും അനുഭവങ്ങളും പങ്കുവച്ച് ചാമ്പ്യന്മാർ ഓരോ നിമിഷവും അവിസ്മരണീയമാക്കി. ഞങ്ങൾ വരുമ്പോൾ ഈ കുട്ടികൾ നൽകിയ സ്വീകരണവും ഇവരുടെ സന്തോഷവും എല്ലാം ഏറെ പ്രിയപ്പെട്ടതാകുന്നു എന്ന് ചാമ്പ്യൻ കോച്ച് VP സുനീർ പ്രതികരിച്ചു. ഭിന്നശേഷിക്കാരായ ഈ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന പരിശീലകരെ പ്രത്യേകം അഭിനന്ദിക്കുവാനും കോച്ച് മറന്നില്ല. മഴവിൽ ക്യാമ്പിന്റെ കൺവീനർ OK മൻസൂർ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞു. ക്യാമ്പിന്റെ ചെയർമാൻ റനീഷ് അധ്യക്ഷനായി. ഗോകുലം കേരള FCയും യൂണിറ്റി FCയും സംയുക്തമായി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി കഴിഞ്ഞ 8 മാസത്തിലധികമായി കോഴിക്കോട് മഴവിൽ ക്യാമ്പ് നടത്തിവരുന്നുണ്ട്. തുടർച്ചയായ 2 വർഷങ്ങളായി ഗോകുലവും ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളും കൈകോർത്ത് നടത്തിവന്നിരുന്ന വിവിധ ഏജ് കാറ്റഗറി പരിശീലനങ്ങളുടെയും തുടർ ടൂർണമെന്റ് വിജയങ്ങളുടെയും അവസാനം എത്തി നിൽക്കുന്ന റിസൾട്ടാണ് സുബ്രതോ കപ്പ് വിജയമെന്ന് ക്യാമ്പ് ചെയർമാൻ റനീഷ് പറഞ്ഞു. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണമില്ല, മാത്യു കുഴൽനാടന്റെ ഹർജി തള്ളി സുപ്രീംകോടതി. മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടൻ MLAക്ക് തിരിച്ചടി. വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളി സുപ്രീംകോടതി. ഹർജിയിൽ ഇടപെടാനില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. രാഷ്ട്രീയ വിഷയങ്ങൾ കോടതിയിലേക്ക് കൊണ്ടുവരരുതെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. CMRL എക്സലോജിക് ഇടപാടിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടാണ് മാത്യു കുഴൽനാടൻ MLA സുപ്രീംകോടതിയെ സമീപിച്ചത്. അന്വേഷണ ആവശ്യം തള്ളിയ ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് അപ്പീൽ നൽകിയത്. ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. മുഖ്യമന്ത്രിയുടെ മകളെന്ന ആനുകൂല്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് CMRൽ നിന്നും മാസപ്പടി കൈപ്പറ്റി എന്നതായിരുന്നു ആരോപണം. ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മാത്യു കുഴൽനാടൻ MLAയുടെ ആവശ്യം ആദ്യം വിജിലൻസ് കോടതി തള്ളിയിരുന്നു. ഇത് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിലെത്തിയെങ്കിലും സമാനമായ നിലപാട് തന്നെയായിരുന്നു കേരള ഹൈക്കോടതിയും സ്വീകരിച്ചത്. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരും. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരും. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാത നിർമ്മാണം കാര്യക്ഷമം അല്ലെന്ന ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി തീരുമാനം. പാലിയേക്കരയിൽ ടോൾ പിരിവ് നിലച്ചിട്ട് 2 മാസം പൂർത്തിയായി. ഇന്ന് വിലക്ക് നീക്കുമെന്ന് ദേശീയപാതയിൽ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും തിരിച്ചടി നേരിട്ടു. മേഖലയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണെന്നും അപകടങ്ങൾ പതിവാണ് എന്നുമായിരുന്നു ജില്ലാ കളക്ടർ നൽകിയ റിപ്പോർട്ട്. മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ NHI പ്രതിരോധിച്ചുവെങ്കിലും ഫലം കണ്ടില്ല. കരാറുകാരുടെ കണ്ണിലൂടെ മാത്രം വിഷയത്തെ കാണരുതെന്ന് കോടതിയുടെ മുന്നറിയിപ്പ്. 5 കിലോമീറ്ററുള്ള ദുരിതയാത്ര പരിഹരിക്കുവാൻ എന്തുകൊണ്ടാണ് കേന്ദ്രം ഇടപെടാത്തത് എന്ന് ഹൈക്കോടതി ചോദിച്ചു. 3 ദിവസത്തിനുള്ളിൽ മറുപടി നൽകാം എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. ഹർജി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. സർവീസ് റോഡിലടക്കം മണ്ണിടിയുന്നതാണ് നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പ്രതിസന്ധി. തിരുമൽ ചികിത്സയുടെ മറവിൽ യുവതിയെ പീഡിപ്പിക്കുവാൻ ശ്രമം, വൈദ്യൻ പിടിയിൽ. കൊല്ലം കരുനാഗപ്പള്ളിയിൽ തിരുമൽ ചികിത്സയുടെ മറവിൽ യുവതിയെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചയാൾ അറസ്റ്റിൽ. ചേർത്തല തുറവൂർ പള്ളിത്തോട് സ്വദേശി ചന്ദ്രബാബു എന്ന സഹലേഷ് കുമാർ പിടിയിൽ. കരുനാഗപ്പള്ളി പോലീസാണ് പ്രതിയെ പിടികൂടിയത്. എത്ര പഴക്കമുള്ള വേദനയും ഒറ്റ ദിവസം കൊണ്ട് തടവി മാറ്റിത്തരാമെന്ന് സോഷ്യൽ മീഡിയയിൽ പരസ്യം നൽകിയായിരുന്നു ചികിത്സ. സോഷ്യൽ മീഡിയ പരസ്യം കണ്ടാണ് കണ്ണൂർ സ്വദേശിനി പ്രതിയെ സമീപിച്ചത്. നടുവേദനയുടെ ചികിത്സയ്ക്കായി എത്തിയ യുവതിയോട് പ്രതി ലൈംഗികാതിക്രമ ശ്രമം നടത്തുകയായിരുന്നു. യുവതി തനിക്ക് നേരിട്ട ദുരനുഭവം വീട്ടുകാരോട് പറഞ്ഞതിനെ തുടർന്നാണ് പോലീസിനെ സമീപിച്ചത്.
കരുനാഗപ്പള്ളി കോടതി സമുച്ചയത്തിന് സമീപമുള്ള വീട്ടിൽ തിരുമൽ കേന്ദ്രം നടത്തിവരികയായിരുന്നു ഇയാൾ. യുവതിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് കേസെടുത്തത്. പിടിയിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൊച്ചിയിൽ എം-പരിവാഹൻ ആപ്പിന്റെ പേരിൽ തട്ടിപ്പ്. 74-കാരന് നഷ്ടമായത് 10.50 ലക്ഷം രൂപ. കൊച്ചിയിൽ വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. പാലാരിവട്ടം അഞ്ചുമന സ്വദേശിയായ 74-കാരനെ കബളിപ്പിച്ച് 10.50 ലക്ഷം രൂപയാണ് കവർന്നത്. എം-പരിവാഹൻ ആപ്പിന്റെ പേരിലായിരുന്നു തട്ടിപ്പ്. പാലാരിവട്ടം അഞ്ചുമന സ്വദേശിയായ 74-കാരനെയാണ് എം-പരിവാഹനിൽ പിഴ അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞ് തട്ടിപ്പിന് വിധേയമാക്കിയത്. 10.50 ലക്ഷം രൂപയാണ് 74-കാരന് നഷ്ടപ്പെട്ടത്. ഫോണിൽ വിളിച്ചയാൾ 74-കാരന്റെ ഫോണിൽ സ്ക്രീൻ ഷെയറിംഗിനുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യിച്ചു. തുടർന്ന് ഫോണിന്റെ നിയന്ത്രണം കൈക്കലാക്കി അക്കൌണ്ടിലുണ്ടായിരുന്ന തുക മറ്റൊരു അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. തട്ടിപ്പ് തിരിച്ചറിഞ്ഞ 74-കാരൻ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പോലീസ് പരിശോധനയിൽ ഓൺലൈൻ തട്ടിപ്പാണെന്ന് സ്ഥിരീകരിച്ചു. പരാതിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബൌണ്ടറിക്കരികെ പുഷപ്പ് അടിച്ചും ഡാൻസ് കളിച്ചും അർഷ്ദീപ് സിംഗ്. ആവശ്യമേറ്റെടുത്ത് കാണികളും. ഞായറാഴ്ച കാൺപൂരിലെ ഗ്രീൻ പാർക്ക് സ്റ്റേഡിയത്തിൽ ഇന്ത്യ എ, ഓസ്ട്രേലിയ എ ടീമുകൾ തമ്മിലുള്ള മൂന്നാം ഏകദിന മത്സരം പുരോഗമിക്കവെ ഫീൽഡ് ചെയ്യുകയായിരുന്നു ഇന്ത്യൻ ബൌളർ അർഷ്ദീപ് സിംഗിന്റെ കുസൃതികൾ കാണികളെ നന്നേ രസിപ്പിച്ചു. ഓസ്ട്രേലിയൻ ഇന്നിംഗ്സിൽ ബൌണ്ടറിക്ക് സമീപം ഫീൽഡ് ചെയ്യുകയായിരുന്ന ഇന്ത്യയുടെ ഇടം കയ്യൻ ഫാസ്റ്റ് ബൌളറായ അർഷ്ദീപ് പുഷപ്പുകൾ ചെയ്തും ചില നൃത്തച്ചുവടുകൾ വെച്ചും ഇടം കയ്യൻ ഫാസ്റ്റ് ബൌളർ കാണികളെ നന്നായി രസിപ്പിച്ചു. ആരാധകരുമായി അദ്ദേഹം ഇത്തരത്തിൽ ആശയവിനിമയം നടത്തുന്ന വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണിപ്പോൾ. പരമ്പരയിലെ നിർണായക മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ 317 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 46 ഓവറിൽ 2 വിക്കറ്റ് ബാക്കി നിൽക്കെ ആവേശകരമായ വിജയമായിരുന്നു സ്വന്തമാക്കിയിരുന്നത്. ഓപ്പണറായി എത്തിയ പ്രഭ്സിമ്രാൻ സിംഗ് 68 പന്തിൽ നിന്നും 102 റൺസ് നേടി വിജയത്തിലേക്ക് അടുപ്പിച്ചു. ഒപ്പം ശ്രേയസ് അയ്യരും റിയാൻ പരാഗും 62 റൺസ് വീതം നേടി പരമ്പര ഇന്ത്യയ്ക്ക് അനുകൂലമാക്കി മാറ്റി. നേരത്തെ ഓസ്ട്രേലിയൻ ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ പേസ് ജോഡികളായ അർഷ്ദീപ് സിംഗും ഹർഷിത് റാണയും ചേർന്ന് 6 വിക്കറ്റ് കൊയ്തതോടെ തുടക്കത്തിൽ തന്നെ കങ്കാരുപട തകർന്നു. ക്യാപ്റ്റൻ സ്കോട്ട് എഡ്വേർഡ്സ് 75 പന്തിൽ നിന്നും 89 റൺസ് നേടിയപ്പോൾ ലിയാം സ്കോട്ടിനൊപ്പം എഡ്വേർഡ്സ് 7-ാം വിക്കറ്റിൽ 152 റൺസിന്റെ നിർണായക കൂട്ടുകെട്ടുണ്ടാക്കി. 64 പന്തിൽ നിന്നും ഒരു ഫോറും 6 സിക്സറും ഉൾപ്പെടെ 73 റൺസാണ് ലിയാം സ്കോട്ട് നേടിയത്. സ്പിൻ ബൌളിംഗ് ഓൾറൌണ്ടർ കൂപ്പർ കോർണോളി 49 നിന്നും 5 ഫോറും 4 സിക്സറും ഉൾപ്പെടെ 64 റൺസ് നേടി മികച്ച പ്രകടനം കാഴ്ചവച്ചു. 49.1 ഓവറിൽ 316 റൺസായിരുന്നു ഓസ്ട്രേലിയൻ സമ്പാദ്യം. അതേസമയം യുഎഇയിൽ നടന്ന ഏഷ്യ കപ്പിലും അർഷ്ദീപ് മികച്ച പ്രകടനം കാഴ്ചവച്ചിരുന്നു. പാകിസ്ഥാനുമായുള്ള ഫൈനൽ മത്സരത്തിലും ഒമാനുമായുള്ള ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളിലും താരത്തിന്റെ പ്രകടനം വേറിട്ടതായി. ഒമാനെതിരെ 2 മത്സരങ്ങൾ കളിച്ച അർഷ്ദീപ് സൂപ്പർ 4-ൽ ശ്രീലങ്കയ്ക്കെതിരെ 2 മത്സരങ്ങളിലും 3 വിക്കറ്റുകൾ വീഴ്ത്തി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.